എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുരുമുളക് മുട്ട റോസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയത് തന്നെയാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. ഇതിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ കുരുമുളക്, പെരിഞ്ജീരകം, ജീരകം ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുക്കുക. മൺചട്ടിയായാലും മതി. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3-4 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണം അല്ലെങ്കിൽ റോസ്റ്റ് തയ്യാറാക്കി എടുക്കണം അതിനനുസരിച്ചുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 സവാള ചേർത്ത് കൊടുത്തു. സവാളയൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാള നല്ലതായിട്ട് വഴച്ചെടുക്കാവുന്നതാണ്. സവാളയുടെ കളറ് മാറി തുടങ്ങിയിട്ട് മാത്രമേ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടായ ശേഷം മാത്രം അരച്ചു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴച്ചെടുക്കാവുന്നതാണ്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ വഴച്ചെടുക്കണം. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ് ഒന്നുകൂടെ ഒന്ന് വഴച്ചെടുക്കുന്നത്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകൊക്കെ ഇല്ലേ, അത് പൊടിച്ചതാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും അടുപ്പത്തേക്ക് ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തു. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തീ കുറച്ച് തന്നെ വെച്ചിരിക്കണേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് നമുക്ക് ഇനി മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുറിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മുട്ടയിട്ട് ഇതിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുട്ടയൊക്കെ അതിനകത്ത് കിടന്നൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, മുട്ട അത് പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചുള്ള കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ എരിവിനനുസരിച്ച് മാത്രമേ എടുക്കാവൂ. ഞാൻ 1 ടേബിൾ സ്പൂൺ പറഞ്ഞെങ്കിലും ഇത് ഞങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ളതാണ് 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവ് എന്തുമാത്രം ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം എരിവ് വേണോ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി എടുത്തേക്കണം. ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതിനെ സെർവ് ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.